ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദൻസാസ് വേൾഡ്. ഇന്ന് നമ്മൾ സദ്യ സ്പെഷ്യൽ പ്രഥമൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതൊരു കണ്ണൂർ സ്പെഷ്യൽ പ്രഥമനാണ്. നമുക്ക് സാധാരണ കല്യാണത്തിനും ഓണം, വിഷു എന്നുപോലെയുള്ള വിശേഷ അവസരങ്ങളിലൊക്കെ കഴിക്കാൻ കിട്ടുന്ന ആ ഒരു നല്ല സ്പെഷ്യൽ സദ്യ റെസിപ്പിയാണിത്. അപ്പോൾ നമ്മുടെ ഈ കണ്ണൂർ സ്പെഷ്യൽ പ്രഥമൻ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് സദ്യയിൽ ഉണ്ടാക്കുന്ന പോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പ്രഥമൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സാധാരണ നമ്മൾ കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ പ്രഥമൻ കഴിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട് ഇതെങ്ങനെ ഇത്രയും നല്ല ടേസ്റ്റിൽ ഇത്രയും കൊഴുപ്പിൽ കിട്ടുന്നതെന്ന്. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാരോടൊക്കെ അന്വേഷിച്ച് കിട്ടിയ ഒരു റെസിപ്പിയാണിത്. ആ ഒരു സദ്യ സ്പെഷ്യൽ പ്രഥമൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരിപ്പ് വറക്കുമ്പോഴും അതുപോലെ പായസം ഉണ്ടാക്കുമ്പോഴൊക്കെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരു 1/2 കപ്പ് ഞാൻ വേറെ ഒരു ഇതിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ 2 പാർട്ടായിട്ടാണ് നമ്മളിത് വറുത്തെടുക്കുന്നത്. അപ്പോൾ പരിപ്പ് വറുക്കുമ്പോൾ ഈ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല കറക്റ്റായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പ്രഥമൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഒരു അടികട്ടിയുള്ളൊരു പാത്രം എടുത്ത് വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് 1/2 കപ്പ് പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ 1 കപ്പിൽ നിന്ന് ഞാനതിൽ നിന്ന് 1/2 കപ്പ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂടാക്കിയ പാത്രം പിന്നെ നമ്മൾ ഈ പരിപ്പ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നമ്മൾ പരിപ്പ് വറക്കുമ്പോൾ കരിഞ്ഞു പോകാൻ പാടില്ല. അതിൻ്റെ കളറ് എല്ലാ പരിപ്പിൻ്റെ കളറും സെയിം ആയിരിക്കണം. ഒരു ഭാഗം കരിഞ്ഞിട്ടോ ഒരു ഭാഗം കരിയാണ്ടോ അങ്ങനെ ആയി പോകാൻ പാടില്ല. അപ്പോൾ തീ നല്ലോണം നിങ്ങൾ ശ്രദ്ധിക്കുക, സിമ്മാക്കി വെക്കാൻ തന്നെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. നല്ല അടികട്ടിയുള്ള പാത്രവും പിന്നെ നല്ല ചൂടൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല കറക്റ്റായിട്ട് ഇത് വറുത്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയെ ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഒരു ഭാഗം കളർ മാറിയിട്ട് ഒരു ഭാഗം കളർ മാറാണ്ടൊക്കെ ആയിപ്പോകും. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒരു 5-10 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കളറിലാണ് നമ്മൾ ആദ്യത്തെ 1/2 കപ്പ് പരിപ്പ് വറുത്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ വറുത്തെടുത്തതിന് ശേഷം നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. ഇതിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ കളറ് നന്നായിട്ട് മാറിയിട്ട് അത് കരിഞ്ഞു പോകും. അപ്പോൾ ഇതാ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ബാക്കി വെച്ച ആ 1/2 കപ്പ് പരിപ്പും കൂടി ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതും കൂടി നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ 1 കപ്പ് പരിപ്പ് 1/2 കപ്പായിട്ടാണ് വറുത്തെടുക്കുന്നത്. ഈ രണ്ടാമത് വറുക്കുന്ന 1/2 കപ്പ് പരിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് അതിൻ്റെ പച്ചമണം ഒന്ന് മാറാൻ മാത്രമേ പാടുള്ളൂ. അപ്പോൾ നമുക്കതൊന്ന് വേഗം വറുത്തിട്ട് പച്ചമണം മാറുന്ന ഒരു സമയത്ത് നമുക്ക് പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കണം. അപ്പോൾ പരിപ്പ് വറുക്കുമ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് സദ്യയിലൊക്കെ കിട്ടുന്ന പോലത്തുള്ള നല്ല അടിപൊളി പ്രഥമൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഈ ഒരു പച്ചമണമൊക്കെ ഒന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് മാറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ഇതിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പരിപ്പ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒന്ന് നന്നായിട്ട് മൂത്ത പരിപ്പാണ്, ഒന്ന് അതിൻ്റെ ഒരു പച്ചമണം മാറിയിട്ട് ആ ഒരു മഞ്ഞ കളറിലുള്ള ഒരു പരിപ്പ് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ അതിൻ്റെ ചൂടൊക്കെ ഒന്ന് തണുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊരു 3-4 പ്രാവശ്യം ഒന്ന് കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ 2 പരിപ്പും നമ്മൾ യോജിപ്പിച്ചിട്ടാണ് കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പശു നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കണം. വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ആ പരിപ്പിനേക്കാളും കുറച്ച് മേലെ വരുന്ന വിധത്തിലേ വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. ഇനി നമുക്കതൊന്ന് വേവിക്കണം. ആ ഒരു സമയം നമുക്ക് അതിലേക്കുള്ള ശർക്കര പാനിയൊന്ന് തയ്യാറാക്കിയെടുക്കണം. ഞാനിവിടെ ഒരു 1/2 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്. ഇനി വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ ശർക്കര ഉരുകി വരുന്ന ആ ഒരു സമയം നമുക്ക് അതിൻ്റെ പരിപ്പൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് 2 വിസിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുത്തതാണ്. അപ്പോൾ ഇതാ ഇതുപോലെ തന്നെ വെള്ളമൊക്കെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുമുണ്ട്, എന്നാൽ കുറച്ച് ഭാഗം വേവാണ്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ വേവാണ്ട് കിടക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ നന്നായി മൂത്ത പരിപ്പാണ് വേവാണ്ട് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു നമുക്കറിയാം നമുക്ക് നല്ല കൊഴുപ്പും ഉണ്ടാകും, കുറച്ച് ഭാഗം കടിക്കാനും കിട്ടും നമ്മൾ സദ്യയിലെ പ്രഥമന്. അപ്പോൾ നമുക്കിതായത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. ഞാൻ നേരത്തെ പരിപ്പ് വറുത്ത പാത്രത്തിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അത് നല്ല അടികട്ടിയുള്ള പാത്രത്തിൽ തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ആ ഒരു സമയം നമ്മളെ ശർക്കര ഉരുക്കാൻ വെച്ചതൊക്കെ ഉരുകി വന്നിട്ടുണ്ട്. അതുപോലെ നല്ല കളറുള്ള ശർക്കര എടുക്കുക. അപ്പോഴാണ് നമ്മളെ പായസത്തിന് നല്ലൊരു ടേസ്റ്റും നല്ലൊരു കളറും ഒക്കെ കിട്ടുന്നത്. അപ്പോൾ ശർക്കര ഉരുക്കിയത് നമുക്ക് ഇതിലേക്ക് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ശർക്കര ഒഴിക്കുന്ന സമയം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒന്ന് കണ്ടിട്ടുണ്ടാവും നമ്മൾ പരിപ്പ് കുറച്ചൊന്ന് വേവാത്ത പോലെയാണ് കിടക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വേവിക്കുന്ന സമയത്ത് നല്ല ഇതിൽ തന്നെ നമ്മൾ പരിപ്പ് വേവിച്ചെടുക്കണം. അപ്പോൾ ശർക്കര പാനി ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ പരിപ്പും ശർക്കര പാനിയും എല്ലാം കൂടി നന്നായിട്ട് യോജിക്കുന്ന വിധത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിതിൽ പ്രത്യേകിച്ച് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക.
അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അതാണ് രണ്ടാമത്തെ പോയിൻറ്റ്. അപ്പോൾ നന്നായിട്ട് കുറുക്കിയെടുക്കുമ്പോഴാണ് നമുക്ക് ആ പായസത്തിന് പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത്. നമ്മുടെ ആ ശർക്കര പാനി ഈ ചെറുപയർ പരിപ്പിലൊക്കെ പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് ഈ ഒരു സമയത്താണ്. അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഞാനിവിടെ ഒരു 10 മിനിറ്റ് നന്നായിട്ട് ഇത് കുറുക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് നല്ലൊരു കളറുണ്ട്, അതുപോലെ തന്നെ നന്നായിട്ട് കുറുകി വന്നിട്ടുമുണ്ട്. അപ്പോൾ ഇതുപോലുള്ള സദ്യ സ്പെഷ്യൽ പായസമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ സമയം എടുത്തിട്ട് മെനക്കെട്ടിട്ട് തന്നെ തയ്യാറാക്കണം, എന്നാൽ മാത്രമേ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പശു നെയ്യും കൂടി ചേർക്കണം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മൾ പായസത്തിന്. എന്നിട്ട് നമ്മൾ വീണ്ടും ഒരു 10 മിനിറ്റ് ഈ പശു നെയ്യിൽ കിടന്നിട്ട് ഇതൊന്ന് വളയിച്ചെടുക്കണം. അപ്പോൾ ഇത് അത്യാവശ്യം നല്ലോണം തന്നെ വരണ്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും ആ പരിപ്പിൽ നമ്മളെ ശർക്കര പാനിയും ഇതൊക്കെ പിടിച്ചിട്ട് നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്കുള്ള തേങ്ങാപ്പാലൊക്കെ ഒന്ന് പിഴിഞ്ഞ് വെക്കുകയും ചെയ്യാം. അപ്പോൾ ഈ ഒരു സമയം ഏകദേശം ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങേൻ്റെ 2ാം പാലാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ 1ാം പാലും 2ാം പാലും മാത്രമേ ആവശ്യമുള്ളൂ. നമ്മൾ 3ാം പാലൊക്കെ എടുത്തിട്ട് അങ്ങനെ അധികം പറ്റിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ആദ്യം നമുക്കിതിൽ 2ാം പാല് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. എന്നാൽ അധികം വറ്റി വരണ്ട് ആവുകയും വേണ്ട. അപ്പോൾ വീണ്ടും ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഇതൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം. അപ്പോൾ 2ാം പാൽ ഒഴിച്ചിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം തിളക്കുന്നതിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല, അതെല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. ഇനി ഈ തേങ്ങാപ്പാലിൽ കിടന്നിട്ട് വീണ്ടും നമ്മളൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മേലെയുള്ള കുറച്ച് വെള്ളം പോലെയുള്ള ഇതൊക്കെ കണ്ടില്ല, അതൊന്ന് വറ്റി വന്നാൽ മാത്രം മതി. അധികം നമ്മൾ കുറുക്കിയെടുക്കുകയും വേണ്ട. ഈ ഒരു സമയത്ത് നമുക്കതിലേക്ക് ഒന്ന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഒരിത്തിരി ഉപ്പ് മാത്രമേ ചേർക്കണ്ടൂ, ആ ഒരു ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കറിയാം നമ്മൾ ഏത് പായസം തയ്യാറാക്കുമ്പോഴും അതിലേക്ക് ഒരിത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സമയം നോക്കുമ്പോൾ കണ്ട ഇതിൻ്റെ മേലെയുള്ള ആ ഒരു വെള്ളമൊക്കെ അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇത് കുറച്ചും കൂടി ഒന്ന് വറ്റാനുണ്ട്. അതുപോലെ ശർക്കര പായസത്തിലൊക്കെ നിങ്ങൾ ഉപ്പ് ചേർക്കുമ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ശർക്കരയ്ക്ക് ഉപ്പുള്ളതാണ്, അതുകൊണ്ട് ഒരിത്തിരി മാത്രമേ ഉപ്പ് ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ വീണ്ടും ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേലെയുള്ള ആ ഒരു വെള്ളം പോലത്തെ ഇതൊക്കെ ഇതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ പശു നെയ്യും കൂടി ചേർക്കാം, പക്ഷേ ഞാൻ ചേർക്കുന്നില്ല. അപ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം വീണ്ടും നമുക്ക് 1ാം പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1ാം പാല് ചേർക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് ലൂസായിട്ട് തന്നെ കാണാം. പക്ഷേങ്കിൽ പായസം ഒന്ന് ചൂടായിട്ട് കുറച്ച് കഴിഞ്ഞ് നന്നായിട്ട് തണുക്കുന്ന സമയത്ത് നമുക്ക് നല്ല സദ്യയിലൊക്കെ കിട്ടുന്ന പോലത്തെ പായസമായിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചൂടാക്കാൻ മാത്രമേ പാടുള്ളൂ, തിളവരാൻ പാടില്ല. അപ്പോൾ നിങ്ങൾക്കറിയാലോ തേങ്ങാപ്പാൽ ഫസ്റ്റ് പാലൊക്കെ ചേർക്കുന്ന സമയത്ത് അത് പിരിഞ്ഞു പോകുന്നുള്ളത്. അപ്പോൾ കൈയെടുക്കാണ്ട് ഈ സമയത്ത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. പിന്നെ അടികട്ടിയുള്ള പാത്രമൊക്കെ ആകുമ്പോൾ എന്ന് പറയുമ്പോൾ പായസം നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ നല്ല കട്ടിയിലാവുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് അതുപോലെ ചുക്കുപൊടിയും ജീരകപ്പൊടിയും ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഓരോ നുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പക്ഷേ നമ്മൾ ഏലക്ക പൊടിച്ചത് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ആവശ്യമുള്ള അണ്ടിപ്പരിപ്പും മുന്തിരി 1 ടേബിൾ സ്പൂൺ പശു നെയ്യിൽ നമുക്ക് വറുത്തിടാം. അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ എടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ അളവിൽ എടുത്തു കഴിഞ്ഞാൽ പായസത്തിനൊരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ കഴിക്കുന്ന സമയത്ത് അണ്ടിപ്പരിപ്പൊക്കെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെക്കാം. ഏകദേശം ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രം ഒന്ന് വിളമ്പിയാൽ മതി. അപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. പായസം കുറച്ചൊന്ന് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ തന്നെ കണ്ട അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ട് നേരത്തെ കണ്ട കളറല്ലല്ലോ, നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുമുണ്ട്. ഇനിയും കുറച്ചും കൂടി നന്നായിട്ട് തണുക്കുമ്പോൾ ഇത് നല്ല കട്ടിയാകും. അപ്പോൾ ചൂടോടെയൊക്കെ പായസം കുടിക്കണം എന്നുള്ളവർക്ക് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ ഒരു സമയത്ത് പായസം കുടിക്കാം. അപ്പോൾ ചൂടോടെ കുടിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ്. അപ്പോൾ ഈ പായസം ഈ പാത്രത്തിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ഇനിയും കട്ടിയാകും. അതുകൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ പലർക്കും പല വിധത്തിലാണ് പായസം കുടിക്കാൻ ഇഷ്ടം. ചില ആൾക്ക് ലൂസായിട്ട് കുടിക്കാൻ ഇഷ്ടമുണ്ടാകും, ചിലവർക്ക് നല്ല കട്ടിയിലുള്ള പായസമായിരിക്കും ഇഷ്ടമുണ്ടാകുക. അപ്പോൾ നമ്മൾ പായസം പാത്രത്തിലേക്ക് മാറ്റിയത് കണ്ടാൽ വീണ്ടും നല്ലോണം തണുക്കുമ്പോൾ നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. ഇനിയും നന്നായിട്ട് തണുക്കുമ്പോൾ ഇതിനേക്കാളും കൂടുതൽ കട്ടിയാവും. നമുക്ക് സദ്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന പോലത്തെ ആ ഒരു പായസമായിട്ട് വരും. അപ്പോൾ നമുക്കറിയാം സദ്യയിൽ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന പായസത്തിന് ഗ്ലാസ് നമ്മൾ കുടിക്കുമ്പോൾ പോലും ഇങ്ങോട്ട് വരില്ല, അത്രയും കട്ടിയിലുള്ള പായസമായിരിക്കും ഉണ്ടാകുക.
സദ്യയിൽ തന്നെ പലരും പല വിധത്തിലുണ്ടാക്കുന്നത്. നല്ല കുറുകിയ പായസം ഉണ്ടാക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ കുറച്ച് ലൂസായിട്ടുള്ള പായസം ഉണ്ടാക്കുന്നവരുണ്ട്. അപ്പോൾ ഈ ഒരു പായസം റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഉണ്ടാക്കണം നിങ്ങൾ പായസം ഈ ഓണത്തിന്. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക, എന്നിട്ട് ഉണ്ടാക്കിയെടുക്കുക. എന്നാലേ നിങ്ങൾക്കും അതുപോലെ തന്നെ സദ്യ കിട്ടുന്ന പോലെ തന്നെയുള്ള പായസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്